ഹായ്, വെൽക്കം ടു ഓർക്കിഡ് വില്ല. നമ്മൾ ഒരു നല്ല പൂവ് കാണുമ്പോൾ നമ്മുടെ കണ്ണിന് അതൊരു നല്ല കുളിർമയാണ്. അതെല്ലാവർക്കും അറിയാലോ, നല്ല ഫ്ലവർ കാണാൻ നമ്മളത് നോക്കിന്ന് പോവും. നമ്മുടെ കണ്ണിന് നല്ലൊരു ആകർഷണവും നല്ലൊരു കുളിർമയും കിട്ടും. അതുപോലെ തന്നെ മൂക്കിലൂടെ നല്ല മണം കിട്ടുമ്പോൾ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റൂല. നല്ല മണം വരുമ്പോൾ നമ്മൾ എന്നും പറഞ്ഞ് നമ്മൾ ആസ്വദിക്കും അത്. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാറില്ലേ? നല്ല ടേസ്റ്റോടെ കഴിക്കുന്നില്ലേ? അതും നമ്മൾ ആസ്വദിക്കുന്നു. പിന്നെ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ ചെവിയിലൂടെ അത് നമ്മൾ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം മ്യൂസിക്കിന് ആണെങ്കിൽ ഒരു ഹീലിംഗ് പവർ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമുക്ക് മനസ്സിനൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ നമുക്കുള്ള ഈ സെൻസ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിനും ഇതുപോലെ സെൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓർക്കിഡിൻ്റെ ഒരു സെൻസിന്, അതായത് നമ്മൾ മ്യൂസിക് തെറാപ്പി, അതായത് നമ്മുടെ ഓർക്കിഡിന് മ്യൂസിക് തെറാപ്പി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വലിയ വലിയ ഓർക്കിഡ് ഫാംസിലൊക്കെ അവർ ഷെഡിലായിരിക്കുമല്ലോ ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ ഓർക്കിഡിനായിട്ട് ബോക്സിൽ അവർ മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന്. അത് ഒരു തെറാപ്പിയാണ്, ഒരു തെറാപ്പി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സൗണ്ട് തെറാപ്പി ഫോർ അവർ ഓർക്കിഡ്സ്. ഇപ്പോൾ ഈ മ്യൂസിക് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിന് ഒരു പ്രത്യേക കുളിർമ കിട്ടിയില്ലേ? മ്യൂസിക്കിൻ്റെ ഫീലിങ്സ് അല്ലേ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് അല്ലേ മ്യൂസിക് കേൾക്കാന്ന് പറയുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ദാസേട്ടൻ്റെയും ചിത്ര ചേച്ചിയുടെ ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തൊക്കെ കേൾക്കാറില്ലേ? എന്ത് രസമാണ് അവരുടെയൊക്കെ പാട്ട് കേൾക്കാനായിട്ട്. നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ പാട്ട് വെച്ച് ആസ്വദിക്കാറില്ലേ? അപ്പോൾ പാട്ടിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു വ്യത്യാസമുള്ള ഫീലിംഗ് അല്ലേ? അത് തന്നെ ഒരു അനുഭവമാണ് നമുക്ക്. അപ്പോൾ അത് തന്നെ നമ്മുടെ പ്ലാന്റിനൊന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ മ്യൂസിക് നമ്മുടെ പ്ലാന്റിനൊന്ന് കേൾപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ പ്ലാന്റും നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തരും. നമ്മൾ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് നനക്കാൻ പോകുമ്പോൾ അവിടെ ഒന്ന് നിന്നിട്ട് പാട്ടൊക്കെ ഒന്ന് പാടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പാടാൻ, അതായത് നിങ്ങളുടെ സൗണ്ടിൽ നിങ്ങൾക്ക് പാടിയാൽ മതി. എല്ലാവർക്കും എസ് ജാനകിനെയും യേശുദാസിനൊക്കെ പോലെ പാടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സൗണ്ടാണോ, നിങ്ങളുടെ സൗണ്ടാണ് നിങ്ങളുടെ ഓർക്കിഡിന് ഇഷ്ടമായിട്ടുള്ളത്. പറയുന്നത് തമാശയല്ല കേട്ടോ, ഇത് തമാശയായിട്ട് നിങ്ങൾ കരുതരുത്. ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഫലപ്രദമായി നടന്നു പോകുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഫോറിൻ കൺട്രീസിലൊക്കെ അവർ പരീക്ഷിച്ചിട്ട് ഫലപ്രദമായ ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വലിയ വലിയ ഫാമിലൊക്കെ ഇത് അവർ വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലുള്ള അവർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് അതൊരു വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ചേട്ടൻ പരീക്ഷിച്ചിട്ട്, അതായത് യൂട്യൂബിൽ ഞാൻ കണ്ടതാണ്, ഒരു ചേട്ടൻ കൃഷിസ്ഥലത്ത് ബിയർ കുപ്പിയില്ലേ അത് തൂക്കിയിട്ടിട്ട് അതിങ്ങനെ കാറ്റ് വരുമ്പോൾ ആടുമല്ലോ. അപ്പം അതിൻ്റെ ഒച്ചയൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് അതിനാണ് സൗണ്ട് തെറാപ്പി എന്ന് പറയുന്നത്. സൗണ്ട് കേൾപ്പിക്കുന്നത് ഏത് സൗണ്ട് ആയാലും മതി. ഇപ്പം നമ്മുടെ സൗണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൗണ്ട് കേൾപ്പിച്ചാലും മതി. ബിയർ കുപ്പിയുടെ ആ ഒച്ച കേൾക്കുമ്പോൾ ആ സൗണ്ട് വന്നിട്ട് ആ ചേട്ടൻ്റെ കൃഷിയിടത്തിൽ അങ്ങനെ തൂക്കിയിട്ട് പല പല സ്ഥലങ്ങളിലാക്കി തൂക്കിയിട്ടിട്ട് ആ ചേട്ടന് ആ സൗണ്ട് തെറാപ്പിയിലൂടെ ആ ചേട്ടന് ഇരട്ടി വിളവ്, അതായത് ഡബിളായിട്ട് വിളവ് കിട്ടിയെന്നാണ് ആ ചേട്ടൻ റിസൾട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് തമാശയല്ല, ഇത് സീരിയസ് ആയ കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഓർക്കിഡിന് വേണ്ടി നിങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റിയില്ല എന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. അപ്പം അതിന് നമ്മുടെ സൗണ്ട്, അതായത് നമ്മൾ അതിനായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുന്നത് നമ്മുടെ സംസാരം തന്നെ അതൊരു തെറാപ്പിയാണ്. അതിന് ഫീൽ ചെയ്യും. നമ്മളവിടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അതിന് സെൻസ്, ഞാൻ പറഞ്ഞില്ലേ സെൻസ് ഉള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ മണം സ്മെല്ല് ചെയ്തെടുക്കും.
പിന്നീട് നമ്മുടെ സൗണ്ട് അതിനും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ടച്ചിങ്സ്, അതായത് നമ്മൾ പതുക്കെയൊക്കെ ഇങ്ങനെ ലീഫിലൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ തടകിയൊക്കെ കൊടുക്കാതുണ്ട്. ഈ ലീഫിലൊക്കെ ഇങ്ങനെയൊക്കെ തടയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും നമ്മുടെ ഓർക്കിഡ്സിന്. അതായത് നമ്മുടെ ടച്ചിങ്സ് ഇതിന് അത്യാവശ്യമാണ്, അതിന് സെൻസ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് തമാശയായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓർക്കിഡ് പ്ലാന്റ്സ് മാത്രമല്ല, സൗണ്ട് തെറാപ്പി മറ്റുള്ള പ്ലാന്റ്സിന് നമുക്ക് ചെയ്യാം. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് മാത്രമേ എനിക്കറിയുള്ളൂ. ഓർക്കിഡ്സിന് സൗണ്ട് തെറാപ്പിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. ഞാനിപ്പോൾ പാട്ടൊക്കെ പാടിയാണ് നനച്ചു കൊടുക്കുമ്പോഴൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ പാട്ട് പാടുക. നിങ്ങളുടെ സൗണ്ട് അത് ഇപ്പോൾ ആരും കേൾക്കണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആരും കേൾക്കാനില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പാട്ട് പാടി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നനച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അപ്പോൾ ഒന്ന് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ അടുത്ത് ചെല്ലുക. അപ്പോൾ അതിന് ഒരു പ്രത്യേകമായ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റ്സിലൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, സൗണ്ട് തെറാപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ സൗണ്ട് തന്നെയാണ് നിങ്ങളുടെ സൗണ്ട് തെറാപ്പിയായിട്ട് ഇതാക്കി നോക്കുക. എന്നിട്ട് റിസൾട്ടൊക്കെ ഒന്ന് കിട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഞാൻ നിർത്തട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നീട് നമ്മുടെ കോംബോ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡെൻഡ്രോബിയം സീഡ്ലിങ്സിന് നമ്മൾ 10 പ്ലാന്റ്സ് എടുക്കുവാണെങ്കിൽ 1200 പ്ലസ് CC, 1200 പ്ലസ് CCയും, പിന്നീട് നമ്മുടെ 5 പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ 650 പ്ലസ് CC, അതായത് 650 പ്ലസ് CC. അപ്പോൾ വേണ്ടവർ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തേക്കുക. അപ്പോൾ നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു.